ഹലോ എവരിവൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന മൊഡ്യൂളിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ബൂളിയൻ അൽജിബ്രയാണ്. ബൂളിയൻ അൽജിബ്രയിലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ബൂളിയൻ അൽജിബ്ര എന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബൂളിയൻ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്, അതുപോലെ അതിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്, സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂളിയൻ ഫങ്ഷൻസും പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടും എങ്ങനെയാണ് ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്ക് രണ്ട് രീതിയിലാണ്, രണ്ട് കനോണിക്കൽ സ്റ്റാൻഡേർഡ് ഫോമിലാണ് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റ്, അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം. ഈ ഒരു രണ്ട് രീതിയിലാണ് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഒരു കനോണിക്കൽ സ്റ്റാൻഡേർഡ് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബൂളിയൻ ഫങ്ഷൻസ് എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് മീൻ ടേം ഓർ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ആർ സെറ്റ് ടു ബി കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോം എന്ന് പറയുന്ന സമയത്ത് ബൂളിയൻ ഫംഗ്ഷൻസിനെ സം ഓഫ് മിൻ ടേം എന്ന് പറയുന്ന സമയത്ത് സം ഓഫ് പ്രൊഡക്റ്റ്, ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് കനോണിക്കൽ ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്ന സമയത്ത് എ ബൂളിയൻ വേരിയബിൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഐദർ ട്രൂ ഓർ കോംപ്ലിമെൻ്ററി ഫോമിൽ നമ്മളൊരു ബൂളിയൻ വേരിയബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ടോട്ടൽ നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻസിന് രണ്ട് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ സം ഓഫ് പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് ഓഫ് സം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ മെയിനായിട്ടും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് മാപ്പ് സിംപ്ലിഫിക്കേഷനാണ്. കെ മാപ്പ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ ട്രെൻഡ് എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് സീക്വൻസ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടുവരാറുള്ളത് അല്ലേ. സോ ഈ ഒരു സ്റ്റെപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിൽ വരാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഒരു കെ മാപ്പ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ എത്ര വേരിയബിൾസ് ഉള്ള ക്വസ്റ്റ്യൻ ആണോ തന്നിട്ടുള്ളത് അത് നമ്മൾ നോക്കുക. ആ ഒരു നമ്പർ ഓഫ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് കെ മാപ്പാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ചൂസ് ദ അപ്രോപ്രിയേറ്റ് കെ മാപ്പ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വേരിയബിൾസ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഏത് കെ മാപ്പാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈ മിൻ ടേം ഓർ മാക്സ് ടേം ആസ് പ്രൊവൈഡഡ് ഇൻ ദ പ്രോബ്ലം. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മളുടെ അടുത്ത് മിൻ ടേം ആണോ മാക്സ് ടേം ആണോ തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ സം ഓഫ് പ്രൊഡക്റ്റ് ആണോ അതോ പ്രൊഡക്റ്റ് ഓഫ് സം ആണോ നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കെ മാപ്പ് സോൾവ് ചെയ്യുന്നതിലെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് മിൻ ടേമിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് തരുന്ന സെല്ലിൽ കറസ്പോണ്ടിങ് മിൻ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് തരുന്ന ആ ഒരു സെല്ലുകളിൽ 1 ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സം ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇനി അതല്ല നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് ഓഫ് സം ആണെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് 0 ആണ്. ഓക്കെ, അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. 4 POS place zeros in the K map block corresponding to the max term. ഓക്കെ, മാക്സ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 0നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, ക്വസ്റ്റ്യനിലെ വേരിയബിൾസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. എത്ര വേരിയബിൾസ് ഉള്ള കെ മാപ്പ് ആണോ അതിനനുസരിച്ച് സെല്ലുകൾ നമ്മൾ സെറ്റ് ചെയ്തു. ആ ഓരോ സെല്ലിലും നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ഓഫ് സം ആണോ സം ഓഫ് പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വാല്യൂസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും ചെയ്യാനുണ്ടാവുക? നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ക്രിയേറ്റ് റെക്ടാങ്കുലാർ ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ ടോട്ടൽ നമ്പർ ഓഫ് ടേം ദാറ്റ് ആർ പവേഴ്സ് ഓഫ് 2 ആൻഡ് അറ്റംപ്റ്റ് ടു കവർ
ആസ് മെനി എലമെൻറ്റ് ആസ് പോസിബിൾ ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു മാപ്പിൽ നമുക്ക് മാക്സിമം ഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പിംഗ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാക്കുക, ബൂളിയൻ എക്സ്പ്രഷൻസ് SOP അല്ലെങ്കിൽ POS എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഒരു മാപ്പ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ്, ഈ ഒരു സ്റ്റെപ്പ് ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സിംപ്ലിഫൈഡ് ഫോം ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C പ്ലസ് A കോംപ്ലിമെൻറ്റ് B C പ്ലസ് ABC ആണ് ഓപ്ഷൻ എ തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ളത് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B C പ്ലസ് ABC ആണ്. ഓപ്ഷൻ സി ആയിട്ട് തന്നിട്ടുള്ളത് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് B C ആണ്. ഓപ്ഷൻ ഡി ആയിട്ട് തന്നിട്ടുള്ളത് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് B C കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഫംഗ്ഷൻ തന്നിട്ടുള്ളത് FABC. എന്താണ്? FABC എന്ന് പറഞ്ഞാൽ സം ഓഫ് എന്താണ്? 0 1 3 7 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഓരോ സ്റ്റെപ്സും നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എത്ര വേരിയബിൾസ് ഉണ്ട് എന്ന് ഫൈൻഡ് ചെയ്യായിരുന്നു മാപ്പ് സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എത്ര വേരിയബിൾസ് ഉള്ള ഒരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എത്ര വേരിയബിൾസ് വരുന്നുണ്ട്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സോ നമുക്ക് തന്നിട്ടുള്ളത് ഒരു 3 വേരിയബിൾ എന്താണ് മാപ്പാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എത്ര വേരിയബിൾസ് ആണ് അതിൽ വന്നത് എന്ന് നോക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം? മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ ഈ വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? 2n എന്നുള്ള രീതിയിലാണ്. അത്രയും സെൽസ് ആയിരിക്കും ഈ ഒരു മാപ്പിൽ വരുന്നുണ്ടാവുക. അതായത് n വേരിയബിൾസ് ഉള്ള ഒരു മാപ്പ് ആണെങ്കിൽ അതിൽ 2n സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ മാപ്പിൽ എത്ര സെൽസ് ഉണ്ടായിരിക്കും? 2n എന്ന് പറയുന്ന സമയത്ത് 2/3. ഓക്കെ, 2/3 എന്ന് പറഞ്ഞാൽ 8 സെൽസ് ആയിരിക്കും നമ്മുടെ മാപ്പിൽ വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? 8 സെൽസ് ഉള്ള ഒരു മാപ്പ് ഡ്രോ ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സം ഓഫ് പ്രൊഡക്റ്റ് ആണോ അതോ പ്രൊഡക്റ്റോ സം ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഇവിടെ നോക്കുക, നമ്മൾ അത് എങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക? ഇവിടെ തന്നിട്ടുള്ളത് സം സ്മോൾ എം. ഓക്കെ, ഈ ഒരു സമ്മേഷൻ സ്മോൾ എം ആണ്. സിഗ്മ സ്മോൾ എം എന്ന് തരുന്ന സമയത്ത് നമ്മൾ നോക്കുക, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത് SOPക്ക് വേണ്ടിയിട്ടാണ്. സം ഓഫ് പ്രൊഡക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്മ സ്മോൾ എം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് നമുക്കൊരു പ്രൊഡക്റ്റോ സം ആണെങ്കിൽ നമുക്ക് തരുന്ന സിമ്പിൾ 5 ആയിരിക്കും. ഓക്കെ, 5 ക്യാപിറ്റൽ M എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നതുണ്ടെങ്കിൽ, ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റോ സമ്മിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് നമ്മുടെ ഈ ഒരു മാപ്പ് സം ഓഫ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് സം ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സെൽസ് ഏതൊക്കെയാണ്? 0 1 3 7. ഈ സെൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? മിൻ ടേം വരുന്ന ഈ ഒരു ഓരോ സെൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് n വേരിയബിൾ കെർണോഫ് മാപ്പ് മാപ്പിന് എത്ര സെൽസ് ഉണ്ടാവും? 2n സെൽസ് ഉണ്ടായിരിക്കും. അതുപോലെ സിഗ്മ എന്നുള്ള ഈ ഒരു സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അഥവാ സമ്മേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോവർ കേസ് എം സ്മോൾ എം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? മിൻ ടേമിനെയാണ്, അഥവാ സം ഓഫ് മിൻ ടേം SOPനെ ആണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സോ നോക്കുക, നമ്മുടെ മാപ്പ് എത്ര സെൽസ് ആണ് മാപ്പിൽ വരുന്നതെന്ന് പറഞ്ഞത്? 8 സെൽസ്. 2
3. ഓക്കെ, 2�3 8 സെൽസ് ആയിരിക്കും നമ്മുടെ CAMAP വരുന്നുണ്ടാവുക. വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, CAMAPന് നമ്പറിങ് കൊടുക്കുന്ന സമയത്ത് ഓർക്കുക 0 1 0 0 0 1 1 0 1 1. ഡയറക്റ്റ് നമ്മൾ എന്തല്ല കൊടുത്തിട്ടുള്ളത്? ഈ മൂന്നാമത്തെ സെല്ലിൽ 1 0 അല്ല കൊടുക്കുന്നത്, ഇവിടെ ലാസ്റ്റിലാണ് 1 0, അതിന് മുന്നത്തേന് 1 1. ഈ ഒരു രീതിയിലാണ് നമ്പറിങ് കൊടുക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഇത് എത്രാമത്തെ സെല്ലാണ്? 0 1 2 3 4 5 6 7. ഇതാണ് ഇതിൻ്റെ നമ്പറിങ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഫ് ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? 0 1 3 7. ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? CAMAPൽ എത്ര സെല്ലുണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ ആ CAMAP നമ്മൾ ഡ്രോ ചെയ്തു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് സം ഓഫ് പ്രൊഡക്റ്റ് ആണെന്ന് കണ്ടെത്തി. സം ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് മിൻ ടേമിന് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അതായത് 0ൽ നമ്മൾ 1 ആഡ് ചെയ്തു, 1ൽ നമ്മൾ 1 ആഡ് ചെയ്തു, 3 വരുന്നത് ഇവിടെയാണ്, 3ലും നമ്മൾ 1 ആഡ് ചെയ്തു, 7ലും നമ്മൾ 1 ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ടത് നമുക്ക് 2ൻ്റെ പവറിലായിരിക്കും ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. 2n എന്നുള്ള രീതിയിലാണ് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 2ൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് 2⁻1 2 എന്നുള്ള ഒരു ഗ്രൂപ്പ്, 2⁻0 1 എന്നുള്ളൊരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 2⁻1 2 എന്നുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 2⁻2 4 എന്നുള്ള ഗ്രൂപ്പ്, 2⁻3 8 എന്നുള്ള ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, സോ നോക്കുക, ഇവിടെ നമ്മൾ ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഏതാണോ വരുന്നത് അതിനെ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ? ഇങ്ങനെ നമ്മൾ 3 വെച്ചിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇവിടെ നമുക്കത് 2ൻ്റെ പവറിലല്ല വരുന്നത്. ഓക്കെ, സോ 2ൻ്റെ പവറിലല്ല എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്കിവിടെ ലാർജസ്റ്റ് ആയിട്ട് 4ൻ്റെ ഗ്രൂപ്പും ഇല്ല, 8ൻ്റെ ഗ്രൂപ്പും ഇല്ല. സോ ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2ൻ്റെതാണ്. സോ നമുക്ക് ഈ ഒരു 2 എണ്ണത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ 1 1 ഗ്രൂപ്പിംഗ് ചെയ്യാം, അതുപോലെ ഈ ഒരു 1 1നെ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായതിനെ ഗ്രൂപ്പിംഗ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നുണ്ടാവുക. സോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സ്പ്രഷൻ വരുന്നുണ്ടാവുക? സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക 1 1. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണിക്കാം, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കാണിക്കാം. ഫസ്റ്റ് കംപ്ലീറ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് വരുന്ന സമയത്ത് ഫസ്റ്റിലുള്ളത് ഇവിടെ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 1ൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ 0 ആണ്, 0 0 ആണ്. എന്ന് വെച്ചാൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഈ ഒരു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. കാരണം സി കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ബി സി, സിക്ക് 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് ദെൻ ഈ ഒരു 2 ഗ്രൂപ്പിങ് ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? എ കോംപ്ലിമെൻറ്റ് ബി സി. ബി സി കൊടുക്കാനുള്ള റീസൺ 1 1 ആണ്, പിക്കും സിക്കും 1 ആണ് വാല്യൂ വരുന്നത്. 1 എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരിക്കും? ഡയറക്റ്റ് 1 1 വരുന്ന സമയത്ത് പി സി ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ എ കോംപ്ലിമെൻറ്റ് ബി സി പ്ലസ് എ ബി സി. അതായത് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എ ബി സി എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇവിടെയും എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഉണ്ട്, ഇവിടെയും എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് അതിനെ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി പ്ലസ് എ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 2 നോക്കുന്ന സമയത്ത് ഇവിടെ ബി സി ഉണ്ട്, ഇവിടെയും ബി സി ഉണ്ട്. സോ നമുക്ക് എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ഇൻറ്റു
ബി സി എന്ന് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ നോക്കുക, ഇവിടെ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 ആണ്. ഇതൊരു റിസൾട്ടാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് സി പ്ലസ് സീന് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും? 1 കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഈ എ പ്ലസ് എനെയും 1 കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഫൈനൽ സിംപ്ലിഫൈഡ് ഫോമിൽ എന്ത് മാത്രമായിരിക്കും വരുന്നത്? എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി സി. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ സിംപ്ലിഫൈഡ് ഫോം, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി സി എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി സി. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാകും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സം ഓഫ് പ്രൊഡക്റ്റിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.